ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി ക്യാമറയ്ക്കാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും എൻ്റെ മുഖം. എന്താ കണ്ണൊക്കെ ഇങ്ങനെ കോങ്ങണ്ണ് പോലെയാണ് എനിക്ക് തോന്നുക. പക്ഷേ ആക്ച്വലി ക്യാമറയ്ക്ക് നോക്കാതെയാണ് അങ്ങനെ തോന്നുന്നത്. എൻ്റെ ഫേസിലേക്ക് നോക്കണതാണ് ഫസ്റ്റ് എൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ നെയിൽ ഗ്രോത്ത് വീഡിയോ ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള വീഡിയോ ആയ നെയിൽ ആർട്ട് വീഡിയോ നമ്മൾ ചെയ്യണം. അതാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ ഞാൻ നെയിൽ ഗ്രോത്ത് വീഡിയോ ചെയ്തപ്പോൾ നെയിൽ ഗ്രോത്ത് ഡപ്പയുടെ സൗണ്ടാണ് കേട്ടോ. ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് ചേർന്നൊരു ഡപ്പ ഉണ്ടല്ലോ, അത് ഞാൻ അവിടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നെയിൽ ആർട്ട് വീഡിയോ ആണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ചെയ്യുന്ന നെയിൽ ആർട്ടാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതായിട്ട് ഞാൻ ചെയ്യാറില്ല, എന്നാലും എനിക്ക് കിട്ടിയൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് സൗണ്ട് വെക്കുന്നത് ഇതാണ്ട്. അപ്പോൾ വലിയ ഭംഗിയൊന്നും ആവശ്യം ഇതൊക്കെ ആയിട്ട്, പക്ഷേ ഇതിലാണ് ഞാൻ ഇട്ട് വയ്ക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് കേട്ടോ നേരത്തെ. അപ്പോൾ നെയിൽ ഗ്രോത്തിൻ്റെ വീഡിയോ നെർസ് ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെയിൽ ഗ്രോത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നെയിൽ ഗ്രോത്തിൻ്റെ സീക്രട്ട് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് നെയിൽ ആർട്ടിൽ വേണ്ട സംഭവം സെലൂട്ടി. അപ്പോൾ ഇതിന് 15 രൂപയാണ്. കുറച്ച് വലുതാണ്. ഒരു കുഞ്ഞുണ്ട് 10 രൂപയുടെയോ 5 രൂപയുടെ എന്തോ. അപ്പോൾ നിങ്ങൾക്ക് അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്യാറ്. ഞാനത് ഉപയോഗിക്കാറുണ്ട്. അത് വേഗം തീർന്നു കേട്ടോ. ഇതാകുമ്പോൾ അത്ര വേഗം തീരില്ല. ഇതിൻ്റെ വലുതും ഉണ്ട് ഭയങ്കരമായിട്ട്, പക്ഷേ ഞാനത് ഇടയ്ക്ക് ഉപയോഗിക്കും. അതൊക്കെ എൻ്റെ മൂഡിനനുസരിച്ചിരിക്കും. പിന്നെ ഇതൊരു കത്തര, അത് നമുക്കിത് മുറിക്കാനായിട്ടൊരു കത്തര. ദാറ്റ്സ് ഇറ്റ്. പിന്നെ രണ്ടാമതായിട്ട് കാണിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഞാൻ മാറ്റിന്നിരിക്കും, ഒരു പെൻസിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെൻസിൽ ഈ നിബുണ്ടല്ലോ, ഇത് നിപ്പല്ല, ഈ ഒരു പെൻസിലിൻ്റെ ഒരു ഭാഗം അതുകൊണ്ട് ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതിലായ നെയിൽ പോളിഷ് ആയ പിന്നെ അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷാർപ്പൻ ചെയ്ത് കൊടുത്താൽ വീണ്ടും എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ നെയിൽ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മണ്ടാലാടിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഇല്ലേ, അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് നെയിൽ ഗ്രോത്ത് വീഡിയോയിലോട്ട് കടക്കാം. സോ ദിസ് ഈസ് മൈ നെയിൽസ്. നമ്മളിതിലാണെങ്കിൽ പരിപാടികൾ ഒപ്പിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഖങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് കുറച്ച് ചെളി ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഉമ്മർത്ത് എന്താണ് വോയിസ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ വണ്ടിയുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഉമ്മർത്തൊന്നും ഇരിക്കാറില്ലല്ലോ, ഇപ്പോൾ അകത്ത് വരുന്നിട്ടില്ല ചെയ്യാറ്, അതുകൊണ്ടാണ് ഈ ഉമ്മർത്തൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ നഖം ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നെയിൽ കട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് നെർസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായ ടാപ്പ് പരിപാടിയിലോട്ട് കിടക്കാം. അത് വെട്ടി ഓൾറെഡി വെക്കാം ടാപ്പ്. അപ്പോൾ ടാപ്പ് ഞാൻ ആവശ്യത്തിന് 5 നഖത്തിനായിട്ട് 5 എണ്ണം വേണം വെട്ടാനായിട്ട് കേട്ടോ. അതായത് 5 വിരലിന് 5 ടാപ്പ്, ആ ഒരു മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 എണ്ണങ്ങൾ വെട്ടിയെടുക്കാം. ആക്ച്വലി ഞാനതിൽ 5 എണ്ണം ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, അത് 2 എണ്ണമാണ് കാണിക്കുന്നത്. പിന്നെ ഞാനത് ക്ലീൻ ചെയ്തു. എൻ്റെ നഖമൊക്കെ പറഞ്ഞില്ലേ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല, ചെളിയൊക്കെ ഉണ്ടാകും ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ബഡ്സിൽ വെള്ളമാക്കിയിട്ട് ഞാൻ നെയിൽ സീക്രട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും. അപ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ നഖത്തിൻ്റെ ആ ചെളി ഭാഗമൊക്കെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇതുപോലെ ടാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ആ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ചെളി ഭാഗം കാണുന്നോടത്ത് നമ്മൾ നെയിൽ പോളിഷ് അടിക്കുക. അതാണ് ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ ഈ 2 വിരലും വേണേൽ ചെയ്യുന്നത് കണ്ടോ ഈ രീതിയിൽ. അപ്പോൾ ടാപ്പ് ഒട്ടിച്ചുകൊണ്ട് അടിവശത്തൊന്നും നമ്മൾക്കാവില്ല. ടാപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഈവണായിട്ട് കിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ വളഞ്ഞു മുന്തിയൊക്കെ ഒരു നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 കളേഴ്സാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഇടിവെട്ട് കളേഴ്സൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും ഭംഗി ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സാണ്. ഒരു സ്കിൻ കളർ വൈറ്റ്, പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്രൗണിഷ് കളറുമാണ്. അപ്പോൾ ഞാൻ വൈറ്റാണ് എടുത്തത്. നെർസ് വൈറ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് കുലുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒറ്റൊരു കോട്ടം ഞാൻ കൊടുക്കാറുള്ളൂ. ഇപ്പോഴേക്കും മടിയാണ് 2 കോട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് സത്യം പറയാലോ, മടി ആയതുകൊണ്ടാണ്. ശരിക്കും 2 കോട്ടൊക്കെ കൊടുത്താൽ നീറ്റ് ആവുള്ളൂ. ഒന്നാമത് പ്രത്യേകിച്ച് വൈറ്റ് കിട്ടും. വൈറ്റ് നല്ല ടൈം എടുക്കും. നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഒരു 2-3 കോട്ട് കൊടുക്കണം. ഇതൊക്കെ ഞാൻ എൻ്റെ ഓരോ ആക്ഷൻസ് ആട്ടോ. പുഷ്പരാജ ആ ഡയലോഗൊക്കെ ഞാൻ അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ടൈം ലാപ്സിൽ കണ്ടത് എൻ്റെ മനോഹരമായ നെയിൽ പോളിഷുകൾ ഉണക്കുന്നതായിരുന്നു. ഓക്കെ, കുറച്ച് വെളിപ്പോടെ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ല, ബട്ട് നമുക്കിത് വലിച്ചെടുക്കും. മൈ ഗോഡ്, ഇറ്റ്സ് സോ നൈസ്. നമുക്ക് വലിച്ചെടുക്കുന്ന നല്ല ക്ലോസപ്പ് ആയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. ഞാനടിച്ച ഡയലോഗ് പുഷ്പരാജ യവന്തെതിറെ അങ്ങനെ ഒരു ഡയലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടാപ്പ് ഊരി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. തമ്പ് ആ തള്ള വരുമ്പത്തെ അത്ര രസമായില്ല, ചെറുതായിട്ടൊന്ന് മായി തമ്പ് ഫിംഗറിലത്തെ. അപ്പോൾ എൻ്റെ ബാക്കിൽ നെർസ് അവിടെ ഉണ്ടെന്ന് പോലീസുകളും ഒക്കെ അവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്യുകയാണ്. കണ്ടൊക്കെ ഇരുന്ന് വ്ളോഗ് ചെയ്യാണ്. അത് നമ്മളത് ഫിൻഡിയ ഇരിക്കരുത്, കാരണം ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ നഖ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ എവിടെ പോകുമ്പോൾ ഇത് തന്നെയാണ് ഇടുക. പക്ഷെ ഞാൻ നെയിൽ പോളിഷ് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കില്ലേ, ഞാൻ അങ്ങനെ നെയിൽ പോളിഷ് അധികം യൂസ് ചെയ്യാറില്ല ആക്ച്വലി. അങ്ങനെ യൂസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ തന്നെ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക, ടാപ്പ് വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല നീറ്റായിട്ട് വരും. പിന്നെ സത്യമായിട്ടൊരു കാര്യം പറയാമല്ലോ, ലോങ് നെയിൽസിന് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. ചേരാത്തൊരു നെയിലാർട്ടിന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ കാണിക്കാം. കാരണം ഇത്ര മോന്നതാണ് നല്ല ഭംഗിയുണ്ടാവുക. കാരണം ഇതാകുമ്പോൾ കറക്റ്റ് കണ്ടോ, അതിൻ്റെ ആ വൈറ്റ് ഭാഗത്ത് കറക്റ്റ് ആ സൈഡായിട്ട് ടാപ്പ് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെയിൽ പോളിഷ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല ക്യൂട്ടെന്ന് വെച്ചാൽ അടാറ് ക്യൂട്ടുണ്ടാവും. പക്ഷെ ഇത് വലിയ രസം ഉണ്ടാവില്ല, കാരണം നമ്മൾ ലോങ് നെയിൽസാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഈ നെയിൽസിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് ഏകദേശം ഇതുപോലെ വെട്ടി കുറയ്ക്കും. ഭയങ്കരമായിട്ട് ലെങ്ത് ആക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ തന്നെ വീണ്ടും കുറച്ച് മിനുക്ക് പണി, ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ഉദിച്ചൊരു ഐഡിയ ആണ്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ വേഗം പോയി ഒന്ന് ഓടിപ്പോയി നമുക്ക് ഇതിലൊരു കുഞ്ഞ് മിനുക്ക് പണി ചെയ്ത് തരാം. ഓക്കെ, നേഴ്സ് എന്താ കാഴ്ച കൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ ഈകളോ മേലുണ്ടോ? അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര എക്സ്പ്ലെയിൻ ഓക്കെ, ഷീസ് വെരി ഓവർ. ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോ ഇതാ തോണ്ടണം, അവളെ എന്നെ അടിക്കൂടെ തോണ്ടണം. വയ്യാറി തോണ്ടി ഇങ്ങനെ ഒന്നും പറയില്ല. ഈ കുട്ടികൾ അങ്ങനെ കേട്ടോ. കാരണം ഇനിയിപ്പോൾ വീഡിയോ കട്ട് ചെയ്താൽ ഓൺ ദ സ്പോട്ട് ഇവളെന്നെ അല്ല ന്യൂസ് ആക്ച്വലി അതല്ല സത്യം. യെസ്, ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കൊന്നു തിന്നുന്നത് നിങ്ങളൊന്ന് പോയി കൊണ്ടിട്ട് വായ മക്കളെ. ഓക്കെ, ബൈ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതുമ്മ തന്നെ നമ്മളിപ്പോൾ ചെയ്ത സംഭവം ഉണ്ടല്ലോ, മെയിനാണ് ചെയ്യുന്നത്. ഒരു റെഡ് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്, എൻ്റെ വായിൽ ആക്രിലിക് പെയിൻ്റാണ് വരുന്നത്. അപ്പോൾ ഡോട്ട് ഇട്ടിപ്പോൾ വന്നില്ല, ഒരു പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഭംഗിയായിട്ട് വന്നില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാനത് മായ്ച്ച സമയത്ത് കൊളായിപ്പോയി. അപ്പോൾ അത് കൊളായിപ്പോയി. അപ്പോൾ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ വരച്ചിട്ടു. ആ കഴിഞ്ഞിട്ട് ഈ ഒരു ഡോട്ടിങ് ടൂൾ എടുത്തു. ഇത് ക്ലേ മോൾഡിങ് ടൂളൊക്കെയാണ് കേട്ടോ, ക്ലേ കൊണ്ടൊക്കെ ചെയ്യുന്ന ടൂളാണ്. അത് വെച്ചിട്ട് റെഡ് ഇങ്ങനെ ആക്കിയിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ രസമായിട്ടുണ്ടായിരുന്നു. വലിയ ഈർക്കിൾ വെച്ചിട്ട് കൊടുത്താൽ മതിയിട്ടാ, പെൻസിലൊന്നും നടക്കണമല്ല. അപ്പോൾ പെൻസിൽ ഫ്ലോപ്പാണ്, വലിയ ഈർക്കിൾ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ കോട്ടൺ ബോൾ എടുത്തിട്ട് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഞാൻ കാണിക്കുന്നുണ്ട് റിമൂവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നെയിൽ പോളിഷിന് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആ കഴിഞ്ഞ് ആ റെഡ് നെയിൽ പോളിഷ് എടുത്ത് പെയിൻറ്റ് വായിന്ന് പോകുന്നില്ല. എന്നിട്ട് തലവരലുമ്പോൾ ഞാനിതുപോലെ നമ്മൾ തമ്പുമ്പോൾ ഇതുപോലെ റെഡ് കളർ കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഒരു ഡാർക്ക് കളർ തന്നെ ഏതെങ്കിലും എടുത്താൽ മതി, റെഡ് തന്നെ വേണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ ഡോട്ടിങ് ടൂളും വൈറ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. യെസ്, നമ്മൾ ആ റെഡിൻ്റെ മേലെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക, നല്ല ഭംഗിയുണ്ട്. പക്ഷേ എൻ്റെ കൈമയ്ക്ക് തീരും ചേരാത്തൊരു കളറാണ് റെഡ്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളറുമാണ് ഈ റെഡ്, പ്രത്യേകിച്ച് കൈമയ്ക്ക്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കണതാണ് നല്ല ഭംഗിയുണ്ട് കൈമ, അത് എനിക്ക് ചേരുന്നുണ്ട്, റെഡ് പോലെയല്ല. അത് കഴിഞ്ഞിട്ട് റെഡ് കൊണ്ട് ഇതുപോലെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് വൈറ്റാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്, റെഡിനെക്കാട്ടിയും വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. റെഡ് എനിക്ക് തീരും ചേരാത്ത, കൈമയ്ക്ക് തീരും ചേരാത്തൊരു കളറായതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് ആ റെഡ് ഡോട്ട് ഇല്ലാണ്ട് ഇടുന്നതും ഭംഗിയുണ്ട്, റെഡ് ഡോട്ട് ഇട്ടിട്ടിടുന്നതും ഭംഗിയുണ്ട്. അപ്പോൾ ഈ കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു. ആ റെഡ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കളയാനായിട്ട്. ഒരു റെഡ് കളർ അപ്പോഴും അവിടെ കെടുക്കുന്നുണ്ടാവും. അത് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ റെഡ് നെയിൽ പോളിഷിൻ്റെ. ഇനി നമുക്ക് നെർസിൻ്റെ അങ്ങോട്ട് കാണാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, പറഞ്ഞില്ല ഞാൻ നെയിൽ പോളിഷ് ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല ആർട്ടൊന്നും. അപ്പോൾ നെർസിന് നയിക്കാണ്, അവൾ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കണതാണ്. പക്ഷേ അമ്മ അത് ഒരു ദിവസം വെട്ടിക്കളയുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു പൂതിക്ക് വേണ്ടി അമ്മ വളർത്താൻ സമ്മതിച്ചത് കാണാം. നമുക്ക് ഇഷ്ടമല്ല വളർത്തുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാനത് റിമൂവ് ചെയ്തോളാം, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ആക്ച്വലി നെയിൽ പോളിഷൊന്നും. അപ്പോൾ നെർസ് കിട്ടിയ ചാൻസ് പഴക്കി വന്നതാണ്. അപ്പോൾ എന്താ ഇനി ഇതൊക്കെ
തിരിച്ചെടുത്ത് വെക്കണം എന്നേ ഉള്ളൂ. പിന്നെ നെർസ് ഇങ്ങനെ ആക്കിയിട്ട് ഭീഷണി. ഓക്കെ, എൻ്റെ കമ്മൽ ഇങ്ങനെ ഉണ്ട് ഗൈസ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഈ കമ്മലൊരു സ്റ്റഡാണ്. അപ്പം അതിൻ്റെ ബാക്കത്തത് പൊട്ടിയപ്പോൾ ഞാൻ അതിൽ മറ്റേ ഹുക്കൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയത്. നല്ല രസമല്ലേ? സോ എന്ത് ചെയ്യാറ്. ഓക്കെ, ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഇതിന് 74 രൂപയാണ്. ഇത്രയില്ല എന്താ, ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് 74 രൂപ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചതാണ് ഗൈസ്. അപ്പം ഇനിയിപ്പം ഇതൊക്കെ തിരിച്ചെടുത്ത് വെക്കണം. ഈ ഒരു സിയോ പെൻസിൽ സോ വേസ്റ്റൊക്കെ നമുക്ക് കളയണം. പിന്നെ ഇത് എനിക്ക് ഭയങ്കര സഹായമാണ്. നമുക്ക് ക്യൂട്ടിക്കിൾ പുഷ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്ര ഉള്ളതെന്നത് വീഡിയോ. വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ കില്ല് വീണ്ടും കാണുന്നവരേക്കും ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. നെർസിൻ്റെ തല നോക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പാവം അവൾക്ക് തല നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തലയിലൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ. തലയിലൊന്നുമില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ, പാനൊന്നുമില്ല. അപ്പോൾ തല നോക്കുകയാണ്. അതാണ്. സൂപ്പർ ബൈ.